ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്ററാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ലാബ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് വോൾട്ട് മീറ്ററിൻ്റെ ശരിക്കുള്ള ഇൻറ്റേർണൽ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ഈ വോൾട്ട് മീറ്ററിനൊക്കെ എന്തുണ്ടാവും, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മുടെ വോൾട്ട് മീറ്ററിന് എന്തുണ്ടാവും, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അതായത് ആ ഡിവൈസിൻ്റെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വോൾട്ട് മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക വിചാരിച്ചോ. ആ വോൾട്ട് മീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ ആ സർക്യൂട്ടിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇല്ലേ, ഇപ്പം നമ്മളൊരു സർക്യൂട്ടിലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒറിജിനൽ വാല്യൂവിനേക്കാളും എന്തായാലും കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് നമ്മൾ അമ്മീറ്ററിൻ്റെ കേസ് എടുത്താലും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ അതായത് ഡിവൈസസിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാരണം നമ്മൾ സർക്യൂട്ടിലുള്ള ഒറിജിനൽ വാല്യൂവിനെക്കാട്ടും കുറഞ്ഞ വാല്യൂ ആയിരിക്കും നമുക്ക് എപ്പോഴും മെഷർ ചെയ്താൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കറക്റ്റായിട്ട് വോൾട്ട് മീറ്ററിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽവനോമീറ്ററിനെ എന്ത് ചെയ്യണത്, വോൾട്ട് മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ലാബിലൊക്കെ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നമ്മൾ 4th സെമസ്റ്ററിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി എടുക്കുകയാണെങ്കിൽ അതിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യന് ചോദിക്കാനുള്ളൊരു പോർഷൻ കൂടിയാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ട് മീറ്ററിന് എന്തുണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു. അതിന് നമുക്ക് ആദ്യം എന്ത് നോക്കാം, എന്താണ് ഗാൽവനോമീറ്റർ, എന്താണ് വോൾട്ട് മീറ്റർ എന്ന് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. എന്താ ഗാൽവനോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗാൽവനോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഗാൽവനോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സർക്യൂട്ടിലെ കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് നമ്മൾ ഗാൽവനോമീറ്റർ. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റക്റ്റ് current, to detect current in a circuit. ഓക്കെ, ആൻഡ് നമ്മുടെ ഗാൽവനോമീറ്റർ എന്താ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ കറണ്ട് പാസ് ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗാൽവനോമീറ്റർ വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മുടെ വോൾട്ട് മീറ്റർ എന്താ, നമ്മുടെ വോൾട്ട് മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയേണ്ട. വോൾട്ട് മീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വിചാരിച്ചോ. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ആണ് നമ്മുടെ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് എ ഡിവൈസ് യൂസ് ടു മെഷർ. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പി ഡി എന്ന് എഴുതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബെറ്റ്വീൻ 2 പോയിൻറ്റ്സ്. എന്താണ് ബെറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ എ സർക്യൂട്ട്. 2 points in a circuit. ഓക്കെ, അപ്പോൾ ഇതാണ് ഗാൽവനോമീറ്ററും വോൾട്ട് മീറ്റർ. ഇനി നമുക്ക് എന്ത് നോക്കാം, എങ്ങനെയാണ് ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗാൽവനോമീറ്റർ അവിടെ കണക്ട് ചെയ്യാണ്. ആ ഗാൽവനോമീറ്ററിൻ്റെ കൂടെ അതായത് ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് വിചാരിച്ചോ. ഈ സർക്യൂട്ടിൽ എന്തുണ്ട്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ആ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ശ്രദ്ധിക്കുക, ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അതൊരു വോൾട്ട് മീറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ കൺവേർഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആറില്ലേ, ആർ എന്തായിരിക്കണം, ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ എന്താണ് ഇവിടെ, നമ്മുടെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേർഷൻ്റെ പ്രൊസീജിയറാണ്. പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്റ്റിംഗ് എ ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, എന്താണ് എ ഹൈ റെസിസ്റ്റൻസ് അല്ലെ high resistance in series with the galvanometer. എന്താണ് in series with the galvanometer. ഇതാണ് നമ്മുടെ പ്രോസസ്സ് ഗാൽവനോമീറ്റർ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് കീ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്, നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണ റെസിസ്റ്റർ എന്തായിരിക്കണം,
നമ്മുടെ ഏറ്റവും ഹൈ റെസിസ്റ്റർ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞല്ലോ, ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യണമല്ലോ. ആ മെഷർമെൻറ്റിൻ്റെ പ്രൊസീജിയറാണ് എന്ത് ചെയ്യണത് ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെസിസ്റ്റൻസ് ചൂസ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ചൂസ് ചെയ്യണ എന്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് അറിയോ, നമുക്ക് ഏത് റേഞ്ചിലുള്ള വോൾട്ട് മീറ്ററാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരു 0 to 10 വോൾട്ട് വരെ മെഷർ ചെയ്യാനുള്ളൊരു വോൾട്ട് മീറ്ററാണ് വേണ്ടത് വിചാരിച്ചു. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ നമുക്കൊരു 0 to 5 വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ളൊരു റെസിസ്റ്റൻസ് ഒരു വോൾട്ട് മീറ്റർ മതി. ഓക്കെ, നമുക്ക് നീഡായിട്ടുള്ള, അതായത് നമുക്ക് ഏത് റേഞ്ചിലുള്ള വോൾട്ട് മീറ്ററാണോ വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ചൂസ് ചെയ്യണ റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഈ നേരത്തെ ഞാൻ കാണിച്ച ഈ സർക്യൂട്ട് നോക്കിയേ, ഈ സർക്യൂട്ടിൽ നമ്മുടെ റേഞ്ച് ഇപ്പോൾ 0 to 10 വോൾട്ട് ആണെങ്കിൽ ഇപ്പോൾ ഈ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുക, 10 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കണം എനിക്ക് V വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഒരു വോൾട്ട് മീറ്ററാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെയാകുന്ന സമയത്ത് എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിക്കുക നമ്മുടെ ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യണം നമ്മുടെ കറണ്ട്. ഓക്കെ, ഇതൊരു സീരീസ് കണക്ഷനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യണം, ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ കറണ്ടിന് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ IG എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യണ കറണ്ട് എന്താണ്, IG ആണ് കറണ്ട്. ഓക്കെ, IG ആണ് നമ്മുടെ പാസ് ചെയ്യണ കറണ്ട്. IG ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം, ഇസ് ദ കറണ്ട് flowing through ഗാൽവനോമീറ്റർ. എന്താണ്, ഗാൽവനോമീറ്റർ ആണ്. അത് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണല്ലോ, അതിനും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. നമുക്ക് ഞാൻ പറഞ്ഞ എല്ലാ ഡിവൈസസിനും എന്തുണ്ടാവും, ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആൻഡ് നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയ റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. ആൻഡ് അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ G എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതെന്താണ്, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ആ സർക്യൂട്ടിലുള്ള കറണ്ട് കിട്ടി ആൻഡ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസുകൾ കിട്ടി. എന്താണ് നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഒന്ന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹൈ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ഇതെന്ത് ചെയ്യാം, എനിക്ക് ഈ സർക്യൂട്ടിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എൻ്റെ ഓംസിൽ അപ്ലൈ ചെയ്യാൻ പോവാം. ഓംസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ എനിക്ക് കിട്ടുക, ഓംസ് ലോ പ്രകാരം എൻ്റെ ഈ സർക്യൂട്ടിലുള്ള വോൾട്ടേജ് V. ഓക്കെ, ഈ വോൾട്ടേജ് എന്താണ്, എനിക്ക് ഏത് റേഞ്ചിലാണോ വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടത് അതിൻ്റെ മാക്സിമം റേഞ്ചാണ്, അതാണ് V എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം, IG സർക്യൂട്ടിലൂടെ പാസ് ചെയ്യണ കറണ്ട് ഇൻറ്റു എന്ത് എഴുതാം, ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്, G+R എന്ന് എഴുതാൻ പറ്റുമല്ലോ, G+R എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ആറിനെ കണ്ടുപിടിക്കാമല്ലോ. ഇതിന് എനിക്കൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, V/IG എന്ത് വരും, V/IG = എനിക്ക് G+R എന്ന് എഴുതാമല്ലോ. എനിക്ക് എന്തിനെ കണ്ടുപിടിക്കേണ്ടത്, ആറിനല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആറിനെ ഞാൻ എന്ത് ചെയ്യാണ്, R = V/IG - G എന്ന് എഴുതാം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്ന നമ്മുടെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമുക്കൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ എന്ത് വേണം, നമുക്ക് ഗാൽവനോമീറ്ററിനെ എന്ത് ചെയ്യണം, വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ഹൈ വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റർ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ആൻഡ് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആ പ്രൊസീജിയർ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഏത് റേഞ്ചിലുള്ള വോൾട്ട് മീറ്ററാണ് നമുക്ക് വേണ്ടത് എന്ത് ചെയ്യുക, ആദ്യം ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് ആ വോൾട്ടേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സർക്യൂട്ടിൽ ഓംസിൽ അപ്ലൈ ചെയ്യുക. ഓംസിൽ അപ്ലൈ ചെയ്ത് കഴിയാൽ നമുക്ക് ഫൈനലായിട്ട് എന്ത് കിട്ടും, നമുക്ക് Rൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കിയേ, ഒരു ഇക്വേഷൻ നോക്കിയേ, ഇതിൽ V ഉണ്ട്, IG ഉണ്ട്, G ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 വോൾട്ടുള്ള എന്താണ് വേണ്ടത്, വോൾട്ട് മീറ്ററാണ് വേണ്ടത് വിചാരിച്ചു. എന്ത് ചെയ്യുക, വോൾട്ട് മീറ്ററിൻ്റെ വാല്യൂ, വോൾട്ടേജിൻ്റെ വാല്യൂ അവിടെ കൊടുക്കുക. ആൻഡ് IG അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ കൊടുക്കുക. ആൻഡ് നമ്മുടെ ഗാൽവനോമീറ്റർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഓക്കെ, ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടാം, നമുക്ക് ഏത് വാല്യൂ ഉള്ള റെസിസ്റ്ററാണ് ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.